ഇത് പറഞ്ഞോളൂ, അത്യാവശ്യം ഒരു തമാശയെ കുറിച്ചൊക്കെ പറയാം. പക്ഷേ ഇതല്ലാതെ വേറെ വാക്കുകൾ അവർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കുറച്ചൊരു പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും ഒക്കെ അതിലൂടെ വിളിച്ചോതുന്നതാണ്. പാടില്ല. അല്ല, ഇത് പണ്ടേ പറയണ്ടേ. ഇപ്പൊ സുകുമാരൻ സാറായാലും അതിനുശേഷം വന്ന് രാജുവേട്ടനായാലും ഇന്ദ്രേട്ടനായാലും എല്ലാവരുടെ പറയുന്ന നിലപാടുകളിൽ പിന്നെ പിന്നോട്ട് പോകുന്നൊരു അത് സുവർണ്ണൻ പഠിപ്പിച്ചത് തന്നെയാണ്. പറയാനുള്ളത് സത്യസന്ധമായിട്ട് പറയുക. അതിനകത്ത് അവരെ പേടിച്ച് അതല്ല, നമ്മുടെ മനസ്സിലൊരു സത്യമാണിതെന്ന് അറിയാവുന്ന പറയാനുള്ള ധൈര്യം കാണിക്കുക. പിന്നെ അത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയൊന്നും ഒരാൾക്ക് ജീവിക്കാനും പറ്റില്ല. ഇപ്പം ലോകത്തുള്ള എല്ലാവരുടെയും ഒരു നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുന്നത് എത്ര നല്ലവരാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും 4 പേരെങ്കിലും എന്തെങ്കിലും തെറി പറയും. അപ്പോൾ പിന്നെ നമ്മൾ സത്യം പറയുന്നതല്ലേ തരുന്നത്. അല്ല, രാജുവേട്ടൻ ഇപ്പൊ ഈ വ്യത്യസ്തമായി നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇൻഡസ്ട്രിയിലാണെങ്കിലും രാജുവേട്ടന് എതിരെ ഒരുപാട് ആൾക്കാർ വരും, സ്വാഭാവികം. അത് ഈ തൊഴിൽ മേഖല തന്നെ അതല്ലേ. സിനിമയും രാഷ്ട്രീയവും പിന്നെ എത്ര നല്ലത് ചെയ്താലും പെട്ടെന്ന് അങ്ങോട്ട് സംഭവിക്കില്ല, കുറച്ച് കഴിയും. രാജുവേട്ടൻ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. തീർച്ചയായിട്ടും രാജുവേട്ടനോളം ഇത്രയും ചരിത്രം സൃഷ്ടിച്ച നടനുണ്ടാവില്ല, ഇത്രയും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ. അല്ല, അതാണ് അവന്റെ ശത്രുക്കൾ കൂടാനുള്ള കാര്യവും. അതൊരു ഭാഗത്തിരിക്കേണ്ട അത് സിനിമ മാത്രമല്ല, ബിസിനസ് ആയാലും നല്ലൊരു എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. പിന്നെ അവനെ ഒരു സ്ഥാനീയനായിട്ട് കാണുന്നവരുണ്ട്. അവൻ ആ ഒരു സ്ഥാനം എവിടെ പോയാലും ഉണ്ട്. ഇപ്പം എനിക്ക് എല്ലായിടത്തും എൻ്റെ സഹോദരൻ അമേരിക്കയിലാണ്, വിദേശത്തൊക്കെ എവിടെ ചെല്ലുമ്പോഴും പറഞ്ഞാൽ ചേച്ചി കൊണ്ട് നോക്കരുത്, രാജു എന്ന് പറഞ്ഞാൽ ആരാധന ഞങ്ങൾക്ക് അറിയാം. അപ്പം അത് അവൻ്റെ ഇൻ്റർവ്യൂ കാണുകയും അവൻ്റെ സംസാര രീതി കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരോടൊരു ഇഷ്ടവും വാത്സല്യവും മതിപ്പും ഒക്കെ ഉണ്ട്. അപ്പം പറയാം, ഞാൻ പറഞ്ഞ ആരും ശ്രദ്ധിക്കുന്നത്, ഞാൻ അങ്ങനത്തെ ട്രോളൊന്നും കണ്ടത് അവരും നമ്മളെന്ന് പറഞ്ഞാൽ. ഈ രാജുവേട്ടൻ പറഞ്ഞ എന്തെങ്കിലും മല്ലിയമ്മ പറഞ്ഞു നീ എന്തിനാ ഇതിങ്ങനെ പറഞ്ഞെന്നെങ്കിലും നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവരെൻ്റെ ആകെ ഒരു കാര്യം മാത്രമേ അടയ്ക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ മേജർ ഫസ്റ്റ് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഒരാളമ്മ പറഞ്ഞത് നന്നായി. കാരണം ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാനെന്തോ തിരുത്തി വിളിച്ചു എന്തിനാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും വലിയൊരു നായകനെ വെച്ചിട്ട് വലിയ പടമെടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് എന്താണെന്നറിയാൻ വയ്യ, പൃഥ്വിരാജ് നിർത്തിക്കൊണ്ടിരുന്ന സ്ക്രിപ്റ്റിലാണ് ഇവരൊക്കെ അഭിനയിക്കുന്നത്. ആൾക്കാരുടെ ഇടയിലേക്ക് ഭയങ്കര തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിപ്പോ ഇവർക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പരിധി വരെ സുഹൃത്തുക്കളും സ്വന്തക്കാരും നമുക്കുമില്ലേ വിദേശത്ത്. എന്താ സംഭവം, നീയെങ്കിലും ഒന്ന് പറയാത്തത് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അപ്പോഴത് പറഞ്ഞത് നന്നായി എന്നാണ് എൻ്റെ സഹോദരങ്ങളും പറഞ്ഞത്. ഓക്കെ അമ്മേ. താങ്ക് യു.